ഈ ആഫ്രിക്കൻ അമേരിക്കൻസ്, അമേരിക്കയിൽ തന്നെ ആഫ്രിക്കൻ അമേരിക്കൻസ് ഇപ്പോഴും അവിടെ റേസിസം അനുഭവിക്കുന്നുണ്ട്. എന്തിനാ പറയുക, നമ്മുടെ ഇവിടെ തന്നെ റേസിസം 10 മടങ്ങ് ശക്തി പല രൂപത്തിൽ തിരിച്ചു വരും. അതെ, കൂടിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ രീതിയിലും ഇപ്പം അമേരിക്കയിലായിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ റേസിസവും ഈ ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ സോഷ്യൽ ഭയങ്കര. മീഡിയയുടെ വരവോടുകൂടി ആൾക്കാർക്ക് അനോണിമസ് ആയി ഇരുന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ ശരിക്കുമുള്ള ഞാൻ ശരിക്കും എന്താ വിചാരിച്ചത്, അത് പഴയ തിയേറ്ററിൽ കറണ്ട് പോകുമ്പോൾ കൂന്ന ആൾക്കാരില്ല. അതെ, പണ്ട് ഞാൻ ശരിക്കും നമ്മൾ ഒരു 2010-11 സമയമൊക്കെ ആയപ്പോഴത്തേക്കും അത് വളരെ വേറൊരു സ്ഥലമായിരുന്നു ഈ സോഷ്യൽ മീഡിയ. ഇത്രയും ഇപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ ഞാനിടുന്ന ഒരു സാധനങ്ങൾ കാണുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ മാത്രമായിരിക്കും. അല്ലാതെ ഇത്രയും പബ്ലിക്കായിട്ട് പോകില്ല. അങ്ങനെ വൈറൽ എന്നുള്ള വേർഡൊക്കെ നമ്മൾ അന്ന് കേട്ടിട്ടില്ല. അസുഖങ്ങൾക്കാണ് അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചത് ഈ സാധനം നേരെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നാളെ അടുത്ത ജനറേഷൻ യുവാക്കളെല്ലാം കൂടെ ഒന്നിച്ച് കറപ്ഷനെതിരെ അങ്ങനത്തെ റെവല്യൂഷൻസ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ മറ്റേ ട്രെയിനിന്റെ ഫ്രണ്ടിൽ കിടന്നിട്ട് ഈ സാധനമാണ് സീനാണ് നടക്കണത്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയ സത്യം നമ്മളാ മറ്റേ ഇതിനകത്ത് നല്ല കാര്യങ്ങൾ കുറെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഹ്യൂമർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈ പറയുന്ന പോലെ നമ്മൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന്റെ അതർ ആംഗിൾ നമുക്കൊന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിന് നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. അത് എല്ലാ കാര്യങ്ങളും പോലെ സോഷ്യൽ മീഡിയക്കും നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. നമ്മളും എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് എവല്യൂഷന്റെ ഒരു ശൈശവദശയിലാണ് മനുഷ്യന്മാർ ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നണത്. നമ്മൾ ഇതും പഠിക്കും. ഒരു സാധനം കാണുമ്പോൾ വാട്ട് ഈസ് റെലവെന്റ്, വാട്ട് ഈസ് നോട്ട് റെലവെന്റ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാനായിട്ട് സമയമെടുക്കുമായിരിക്കും. ഇപ്പോൾ കൊറോണയുടെ ഒക്കെ സമയത്ത് കുറേ നാൾ വീട്ടിലിരുന്നപ്പോഴാണ് നമ്മൾ ഈ യൂട്യൂബും ഒക്കെ ഇത്രയും പോപ്പുലർ ആവുന്നത്. യൂട്യൂബർമാരൊക്കെ ഇപ്പം ഒരു കല്ലെടുത്തെറിഞ്ഞ ഒന്നുകിൽ ഒരു എഞ്ചിനീയറിന് അല്ലെങ്കിൽ ഒരു യൂട്യൂബറിന്റെ തലയിൽ വീഴുന്നുള്ള അവസ്ഥയായി. അത് എനിക്ക് തോന്നുന്നു അത് എവല്യൂഷനാണ്. എനിക്കൊന്നൊരു 10 കൊല്ലം കൊണ്ട് സംഭവിക്കേണ്ട ഒരു കാര്യമായിരിക്കും ആ 2 കൊല്ലം കൊണ്ട് സംഭവിച്ചു. എല്ലാവരും വീട്ടിൽ ഇരുന്ന് യൂട്യൂബ് കാണാൻ തുടങ്ങിയത്. അതൊരു ഗ്ലിച്ചായിട്ട് കണക്കാക്കിയിട്ട് ആ ഗ്ലിച്ച് ഇപ്പോൾ എന്താ പറയാ, പെട്രോൾ വണ്ടിയിൽ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്രോൾ അടിച്ച് കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാലല്ലേ അത് ക്ലിയർ ആവുള്ളൂ. അതുപോലെ അത് നമുക്ക് ഇത്തിരി സമയമെടുത്ത് നമ്മൾ നമ്മളിതിന് യൂസ് ചെയ്യാൻ പഠിക്കും. നമുക്ക് എന്താണ് പ്രൊപ്പഗാൻഡ, എന്താണ് ഫേക്ക് ന്യൂസ്, എന്താണ് റിയൽ ന്യൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് നമുക്ക് വരുമായിരിക്കും കാലക്രമേണ. പിന്നെ അത് മാത്രമല്ല, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം ഇപ്പോൾ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരാൾ കമന്റ് ഇട്ടെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ പതുക്കെ അവർ അതിനുള്ള സിസ്റ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒറിജിനൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഐ ഡി വെച്ചിട്ട് എല്ലാത്തിലും പോകുന്ന രീതി. അതാകുമ്പോൾ നമുക്ക് ഒരു കമന്റ് ഇട്ടാൽ ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അനാവശ്യമായിട്ടുള്ള ഹെയ്റ്റ് ആർക്കും പെട്ടെന്ന് കോൺസിക്വൻസ് ഉണ്ടെന്ന് അറിയുവോ എന്ന ആൾക്കാർ 4 മോറൽ കഥകൾ വന്നാൽ മതി, 4 സ്റ്റോറീസ് വന്നാൽ മതി. പക്ഷേ ഈ അനോണിമിറ്റി ആൾക്കാർക്ക് ഭയങ്കര വേറൊരു പേഴ്സണാലിറ്റി ഒക്കെ കൊടുത്തു കളയും. റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആള് കാർക്ലൻഡ് സൂപ്പർമാനും പോലെ രാത്രി കമന്റിന് മുമ്പിരിക്കും എന്നും പറഞ്ഞിരിക്കും. രാവിലെ ഓഫീസിൽ പോകുമ്പോ പിന്നെ നമുക്ക് അറിഞ്ഞൂടല്ലോ ഈ കമന്റ് ഇടാതിരിക്കുന്ന ആൾ എങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോ അവൻ അടിച്ച് കിണ്ടിയായിട്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും സോഷ്യൽ മീഡിയ കാരണം അവന്റെ ഒരു വീഡിയോ. അതല്ല, ഈ ഫേക്ക് അക്കൗണ്ട് പിന്നെ സ്വിച്ച് ചെയ്യാൻ മറന്നിട്ട് പറ്റുന്ന അബദ്ധങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ സീനിയർ പൊളിറ്റീഷ്യൻസ് സംഭവിച്ചിട്ടുണ്ട്. അറിയാതെ രാത്രി സ്വാപ്പ് ചെയ്യാൻ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഞാനത് ഇട്ട് ഓടിയില്ലേ. ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയ എന്നിട്ട് ഒന്നുമില്ല, ആർക്കാ ഫേക്ക് അക്കൗണ്ട്? എനിക്ക് പിക്ചർ പോലും ഇല്ലാത്തൊരു ഫേക്ക് അക്കൗണ്ട് ഫേസ്ബുക്കിൽ ഉണ്ടാക്കിയിട്ട് ഒരു പെൺകുട്ടിയുടെ പേരിട്ടത്. അതായത് അശ്വതി അച്ചുവായിരുന്നു അങ്ങനത്തെ ഒരു ഏതോ അതിനകത്ത് രാത്രി പറഞ്ഞ മെസ്സേജുകളും ഞാനതിട്ടിട്ട് ഓടി. അപ്പൊ ഒന്ന് ആലോചിച്ചു പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും. അയ്യോ, രാത്രി ഓരോ പല പ്രായത്തിലുള്ള ആൾക്കാർ വരും. സമയമായി പല എഡ്ജിന്റെ തൊട നമുക്ക് പിടിച്ച്. ഞാനന്ന് കാണിച്ചൊരു അബദ്ധം എന്താ വെച്ചാൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അത് ക്രെഡിബിൾ ആണെന്ന് തോന്നാൻ വേണ്ടിട്ട് ഞാൻ വന്ന ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു. താല്പര്യകക്ഷിയാണ് അപ്പൊ തന്നെ വരും ഒരു പെൺകുട്ടി ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ഉടനെ ഹൗ ഡു യു നോ മീ. എന്താ കാരണം? സാധാരണ ഇങ്ങനെ അക്സെപ്റ്റ് വരാറുള്ളതല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പണ്ട് പ്രാവശ്യം ഇതേ കണക്ക് നമുക്ക് കമന്റ് വായിക്കാനും തിരിച്ച് റിപ്ലൈ കൊടുക്കാനൊക്കെ എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ മെയിൻ യൂട്യൂബിൽ അക്കൗണ്ടാണ് കിടന്നത്. അപ്പോൾ അതുപോലത്തനാണ് എന്നെ ചീത്ത വിളിക്കുകയാണ്. അതെന്തോ ഭയങ്കര ക്രിറ്റിസിസം ചെയ്തതാണ്. ഞാനാണെങ്കിൽ നിന്റെ അച്ഛനോട് പോയി പറയടാ എന്നും പറഞ്ഞിട്ട് കിടന്നു.
അതാണ് പ്രശ്നം. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ടോ ഇങ്ങനെയാണ് മ്ലേച്ഛമായ യവന്മാർ പെരുമാറുന്നതെന്ന്. അയ്യോ, അത് എന്റെ ഉള്ളിൽ കിടന്ന് അറിയാതെ പുറത്തു വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോയി. എന്തോ അൽഗോരിതം ഇത് ഹാക്കറാ, ഹാക്കർ. ഉടനെ മൈ അക്കൗണ്ട് ഈസ് ഹാക്ക്ഡ്, ആരും റെസ്പോണ്ട് ചെയ്യില്ലേ. അയ്യോ ബ്രോ, സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആർക്കെങ്കിലും റിപ്ലൈ കൊടുക്കാറുണ്ടോ, അതോ റിപ്ലൈ കൊടുക്കാനുള്ള സമയമൊക്കെ കിട്ടാറുണ്ടോ? ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. ആണല്ലേ? പിന്നെ പക്ഷെ അങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് അത് നടക്കില്ല. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. എനിക്ക് തന്നെ എന്റെ ഇൻബോക്സ് തുറന്നു കഴിഞ്ഞാൽ പ്രാന്തായിപ്പോ. പിന്നെ ടോയ്ബോയ്ക്കൊക്കെ ഊഹിക്കാന്നുള്ളത് നമുക്ക് നമുക്ക് സമയവും സാഹചര്യം ഉള്ള പോലെയൊക്കെ നമ്മൾ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ കയറി നോക്കാറുണ്ട് ഇൻബോക്സിനകത്ത്. ഞാൻ അതിനേക്കാളും കൂടുതൽ ഞാൻ കാണുന്ന കാഴ്ചകളില്ലേ, അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാഴ്ചകൾ ഞാൻ സ്റ്റോറി ആയിട്ടോ പോസ്റ്റായിട്ടൊക്കെ, ഇപ്പൊ പോസ്റ്റായിട്ട് ഇടാറില്ല, സ്റ്റോറി ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ അതെനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ടോവി മറ്റേ താജ് ഹോട്ടലിൽ പോയപ്പോ മറ്റേ ഒരു ഫ്രൂട്ടിന്റെ മുകളിൽ നരിവേട്ടയുടെ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കൗതുകൾ. അതല്ലാതെ നമ്മൾ പോകുമ്പോൾ എൻ്റെ അമ്മ ഇതെന്താ മനുഷ്യന്മാർ കാണണമല്ലോ ഇങ്ങനത്തെ സാധനം. ഞാൻ ആ ഇരവികുളത്ത് പോയ സമയത്ത് ഞാൻ പക്ഷെ അത് ഫോട്ടോ വെറുതെ ആ സ്ഥലം ഭയങ്കര ഭംഗി. ഇത് കേരളത്തിലാണോ ഈ സ്ഥലം എന്ന് തോന്നുന്ന പോലത്തെ സ്ഥലം. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ അതിനൊരു ഭംഗിയുള്ള എന്തെങ്കിലും അത്ര കോമൺ ആയിട്ട് കാണാത്ത എന്തെങ്കിലും ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടാൽ അത് എടുത്തിടുക എന്നുള്ളതൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. നമ്മൾ അങ്ങനത്തെ ആ സമയം ഞാൻ ചിലപ്പോൾ കൂട്ടുകാരായിട്ട് വർത്താനം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ലൂഡോ കളിക്കും ഫുൾ ടൈം. ഇപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക അവരോട് സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കൂടെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ. ഒരുപാട് അതിനകത്ത് ഡെൽജ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. കാരണം മെന്റൽ ഹെൽത്തിന് അത് ഒരുപാട് ബാധിക്കും. നമ്മളെ ആങ്സൈറ്റിയും ഒക്കെ കൂടും. നമ്മൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ബേസിക്കലി ഡോപ്പമിൻ റിലീസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡോപ്പമിൻ ക്രേവിങ് വരും പിന്നീട്. എന്തിനാ വെറുതെ അത്രയും ആങ്സൈറ്റിക്ക്